സ്കൂളുകളിൽ പഠനോപകരണങ്ങളുടെ വിൽപ്പന വിലക്കുന്ന സിബിഎസ്ഇയുടെ സർക്കുലറിന് പുല്ലുവില. സംസ്ഥാനത്തെ സിബിഎസ്ഇ സ്കൂളുകളിൽ നോട്ട്ബുക്കുകൾ ഉൾപ്പെടെയുള്ളവ കൊള്ളവിലയ്ക്കാണ് വിൽക്കുന്നത്. വിപണി വിലയുടെ ഇരട്ടിയിലേറെ തുകയ്ക്കാണ് വിൽപ്പന. മധ്യവേനൽ അവധിയുടെ കളിയാരവങ്ങൾ ഒഴിഞ്ഞ് സ്കൂളുകളിൽ ഫസ്റ്റ് ബെല്ലടിക്കാൻ ദിവസങ്ങൾ നിൽക്കവെയാണ് സിബിഎസ്ഇ ഇങ്ങനെയൊരു സർക്കുലർ പുറത്തിറക്കിയത്. പള്ളിക്കൂടങ്ങളിൽ നോട്ട്ബുക്കും ബാഗും ഉൾപ്പെടെയുള്ളവ വിൽപ്പന നടത്താൻ പാടില്ല. മാനേജ്മെന്റ് കൊള്ളലാഭമുണ്ടാക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെയൊരു സർക്കുലർ പുറത്തിറങ്ങിയത്. ഈ സ്കൂളിലെ പ്രത്യേക കൌണ്ടർ കണ്ടു. ബുക്കും ബാഗും പഠനോപകരണങ്ങളുമെല്ലാം വിൽപ്പന തുടങ്ങിയിരിക്കുന്നു. നമുക്ക് എല്ലാ ഐറ്റംസും വന്നിട്ടില്ല. 15-ാം തീയതിക്ക് ശേഷം എല്ലാം ഉണ്ടാവും. നഗരത്തിലെ 4 സിബിഎസ്ഇ സ്കൂളുകളിലും ഞങ്ങളെത്തി. ഓർഡർ ഫോം പ്രിന്റ് കൊടുത്താണ്. ഇക്കാര്യത്തെക്കുറിച്ചുള്ള സിബിഎസ്ഇ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതികരണം ഇങ്ങനെ: നോട്ട്ബുക്ക് നേരത്തെ ഓർഡർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു, സ്കൂളിന്റെ പേര് വെച്ചിട്ട് അതുകൊണ്ട് കളയാൻ പറ്റുമോ? അങ്കമാലിയിലെ ഒരു സ്കൂളിൽ രക്ഷിതാവിനോടൊപ്പം എത്തി ഞങ്ങൾ വാങ്ങിയ നോട്ട്ബുക്കിന്റെ ബില്ലാണിത്. 6ാം ക്ലാസ്സിലെ നോട്ട്ബുക്കുകൾക്ക് 780 രൂപ, 9ാം ക്ലാസ്സിലെ ബുക്കുകൾക്ക് ഈടാക്കിയത് 1390 രൂപ. ബുക്കുകളുമായി ഞങ്ങൾ പോയത് എറണാകുളം ബ്രോഡ്വേയിലെ വിൽപ്പന കേന്ദ്രത്തിലേക്ക്. ഒരു 400 രൂപ പരമാവധി 400 രൂപ മാത്രം വില വരുന്ന ബുക്കുകളാണ് 1000-ലധികം രൂപയ്ക്ക് സ്കൂളുകൾ വിൽക്കുന്നത്. 2000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു കുട്ടിയിൽ നിന്നും 500 രൂപ ഇങ്ങനെ കിട്ടിയാൽ മാനേജ്മെന്റിന് ലാഭം 10 ലക്ഷം രൂപ. നോട്ട്ബുക്ക് വ്യാപാരത്തിന്റെ മാത്രം കണക്കാണിത്. ബാഗും ഷൂസും യൂണിഫോമും ഉൾപ്പെടെയുള്ള കച്ചവടം വേറെയും. പിന്നെ എങ്ങനെ സിബിഎസ്ഇയുടെ സർക്കുലർ മാനേജ്മെന്റുകൾ അനുസരിക്കും? കൊച്ചിയിൽ നിന്നും അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.